ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലിബൂസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടല്ല, കേക്കിൻ്റെ ഒക്കെ മുകളിൽ വെക്കുന്ന നോൺ എഡിബിൾ ആയിട്ടുള്ള കേക്ക് ടോപ്പേഴ്സ് എങ്ങനെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് ഒന്ന് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു കേക്ക് ടോപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലിറ്റർ പേപ്പറും അതേപോലെ തന്നെ ഒരു ബട്ടർ പേപ്പറുമാണ്. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഗൂഗിളിൽ പോയിട്ട് ഏതെങ്കിലും ഒരു മോഡൽ ഡൗൺലോഡ് ചെയ്തെടുക്കണം. നമ്മൾ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ ഒരുപാട് മോഡൽസ് കിട്ടും. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു 1 എഴുതിയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഫോണിൽ ഇതൊന്ന് ഓണാക്കി എടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലൊന്ന് വരച്ചു കൊടുക്കുക. വരയ്ക്കല്ലെങ്കിൽ നമുക്ക് ഇത് പ്രിൻ്റ് എടുക്കുകയും ചെയ്യാം. പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് മിറർ പ്രിൻ്റ് എടുക്കുക. അപ്പം ഞാനിതാ ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊന്ന് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ബട്ടർ പേപ്പർ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ 2 സൈഡിലും നന്നായിട്ട് തന്നെ തെളിഞ്ഞു കാണും. അതിന് ശേഷം നമുക്ക് ഈ ഒരു ഗ്ലിറ്റർ പേപ്പറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇത് വെച്ച് കൊടുക്കണം. ഞാനിതിൻ്റെ ഒരു സൈഡിലേക്കാക്കി മാറ്റി വെക്കുന്നുണ്ട്. ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്കൊരു പെന്നോ അല്ലെങ്കിൽ ഒരു പെൻസിലോ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് വരച്ചു കൊടുക്കാം. വരയ്ക്കുന്ന സമയത്തൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക. പിന്നെ വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരു സ്കെച്ച് പേപ്പർ അടിയിൽ വെച്ചിട്ട് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് കാണും. ഒരു ഗ്ലിറ്റർ പേപ്പർ തന്നെ വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 5-6 ടൈപ്പൊക്കെ ചെയ്തെടുക്കുക. ചെറുതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു 5-6 ടൈപ്പ് ചെയ്യാം. വലുതാണെങ്കിൽ ഒരു 4 എണ്ണം എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എത്ര വലുത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതേപോലെ നെയിം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. പിന്നെ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇത് തിരിച്ചിട്ടിട്ട് മാത്രം വരയ്ക്കുക. അല്ലെങ്കിൽ നമ്മളിത് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ഗ്ലിറ്ററുള്ള ഭാഗവും ബാക്കിലോട്ടായി പോവും, തിരിഞ്ഞിട്ടാണ് വരിക. അതൊന്നും എല്ലാവരും ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ഞാനിത് വരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് തന്നെ തെളിഞ്ഞ് കാണുന്നുണ്ട്. അതിന് ശേഷം ഞാനൊരു ബ്ലേഡ് എടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലുള്ള ഭാഗങ്ങളൊക്കെ ഞാനൊരു കത്രിക വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെയുള്ള ഒരുപാട് മോഡൽസ് നമുക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ ഗൂഗിളിൽ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് തീമാണോ അത് പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊക്കെ നമ്മൾ കേക്കിൻ്റെ ഷോപ്പിൽ പോയിട്ട് വാങ്ങുകയാണെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇപ്പം ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിലുള്ള ഭാഗം നമുക്ക് ഒരു ബ്ലേഡോ അല്ലെങ്കിൽ അറ്റം കൂർത്തിട്ടുള്ള കത്തിയോ ഉണ്ടെങ്കിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഞാനിവിടെ ആദ്യത്തെ മോഡൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കേക്കിൽ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടൊരു സ്റ്റിക്ക് വെച്ച് കൊടുക്കണം. ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഗ്ലൂ ഗൺ ഇല്ലാത്തതുകൊണ്ട് ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുന്ന സമയത്ത് കുറച്ച് ഒട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാനിവിടെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടാട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഞാനിതാ ഇവിടെ വേറൊരു മോഡൽ കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നുള്ള ഒരു കേക്ക് ടോപ്പർ വെച്ചിട്ട് ഞാനൊന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പെൻസിൽ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇത് ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി വരച്ചതിന് ശേഷം നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. സൈഡ് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ബ്ലേഡ് വെച്ചിട്ട് ഉള്ളിലെ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ രണ്ടാമത്തെ കേക്ക് ടോപ്പറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു ഹൈറ്റിലൊക്കെ ഉള്ളതുകൊണ്ടായതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ഭാഗത്തും ഓരോ സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളൊരു നമ്പറാണിത്. ഇതിന് ഞാൻ ചെറിയൊരു ബോ കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു ബോ കെട്ടി അതിന് അറ്റൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഗ്ലിറ്റർ പേപ്പർ എല്ലാ ഫാൻസി ഷോപ്പിലും അവൈലബിൾ ആണ്. 10 രൂപ മാത്രമേ ഉള്ളൂ. എല്ലാ കളറിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഞാൻ സ്റ്റിക്കും ഇതിന് വെച്ച് കൊടുക്കുകയാണ്. ഫെവിക്കോൾ വെച്ചിട്ട് ചെയ്യാണ്ട് കുറച്ച് സമയം എടുക്കും ഉണങ്ങാനായിട്ട്. നമ്മുടെ കേക്ക് ടോപ്പറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.